ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ നീറ്റു. ഒരു 8:30-9 ആയപ്പോഴാണ് നീറ്റത്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഫുൾ വീട്ടിൽ തന്നെ ആയിരുന്നു, പുറത്തൊന്നും പോയിട്ടില്ല. അതേപോലെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സൺഡേസിലും പുറത്ത് പോകാനും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നേരെ മറിച്ച് അതിന് വീട്ടിൽ നല്ല വർക്കുണ്ടായിരുന്നു, പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കർക്കിടക സംക്രാന്തി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി പോയി ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. എല്ലാ ഡേയ്സിലുള്ള പോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളം നിറച്ച് വെച്ച് ഇതാകുമ്പോൾ കറക്റ്റ് പ്രോപ്പർ ആകുമ്പോൾ ഒരു ടൈം ആകുമ്പോൾ തന്നെ ആ വെള്ളം കഴിയും. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതേപോലെ കടലക്കറിയും ചെറുപയർ കറിയും ഉണ്ടായിരുന്നു. രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ ചായ ഉണ്ടായിരുന്നു. ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്ന്. അമ്മനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്, വേറെ ഒന്നുമല്ല. അമ്മയ്ക്കും അച്ഛനും ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് അവർ രണ്ടാളും പോവും. പിന്നെ ഞാനും ചേച്ചിമാരും മാത്രമാണ്. അപ്പോൾ അവർക്കൊക്കെ ഓരോ പണികൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി. അപ്പോൾ ഈ ഒരു പണിയാണ് ഞാൻ എടുത്തത്. നമ്മൾ പിന്നെ എളുപ്പപ്പണിയല്ലേ നോക്കിയെടുക്കുള്ളൂ. പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ തേങ്ങ ചിരകാനാണ് നിന്നത്. പിന്നെ ഇന്ന് ഞാൻ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയാണ് പാക്ക് ഇടാൻ നിന്നത്. ഞാനിടാൻ നേരത്തെ അപ്പോൾ ചേച്ചി വന്നപ്പോൾ പിന്നെ ചേച്ചിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. കുറേ ദിവസമായി പഴം എണ്ണയിലിട്ട് നല്ല രീതിയിൽ വാട്ടിയിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ എണ്ണയിലിട്ട് വാട്ടി കഴിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഞാൻ തന്നെ കഴിച്ചു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് പറ്റിയില്ല എന്നുള്ളൂ. പിന്നെ രാവിലെ തൊട്ട് ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴായിരുന്നു ഞാൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്ന്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. ഇന്നത്തെ കുളിയെല്ലാം നല്ല ലേറ്റ് ആയിട്ടായിരുന്നു. ഉച്ചയ്ക്കാണ് കുളിച്ചിറങ്ങണതിന് 1 മണിയായിട്ടുണ്ടായിരുന്നു എൻ്റെ കുളിയും കഴിഞ്ഞപ്പോൾ. പിന്നെ കുറച്ച് തുണികളെല്ലാം വിരിച്ചിടാണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഇടാനാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ക്ലിയർ നെയിൽ പോളിഷാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കതാണ് ഒന്ന് ഇഷ്ടം കൂടുതലുള്ളത്. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടറുത്ത് ഇലിയെടുത്ത് കെട്ടി. അതിനുശേഷം പിന്നെ കുറച്ച് നേരം ടി വി കാണാനാണ് കേട്ടോ ഇരുന്നത്. അമ്മ പോയതുകൊണ്ട് തന്നെ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിച്ച്. പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 ആൾ മാത്രം ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. ചമ്മന്തി, ഉപ്പേരി, പപ്പടം, മീൻ ഫ്രൈ, അതുപോലെ തന്നെ സാമ്പാറായിരുന്നു ഇന്നത്തെ ഫുഡിന് നമുക്കുണ്ടായിരുന്നത്. പപ്പടം ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ അത് നേരെ ചേച്ചിക്ക് കൊടുത്ത് അങ്ങനെ നല്ലൊരു ഊണ് കഴിച്ചതിന് ശേഷം പിന്നെയും ടി വി കാണാനാണ് ഞാൻ ഇരുന്നത്. പിന്നെ അച്ഛൻ വന്നപ്പോൾ പിന്നെ അച്ഛന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായ ഇട്ട് കൊടുത്ത് ഇവരെല്ലാവരും കൂടി അച്ഛമ്മൻ്റെ വീട്ടിലേക്ക് അച്ഛമ്മനെ വിളിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ മാത്രമുള്ളായിരുന്നു കേട്ടോ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പോയി വന്നപ്പോൾ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു പൂച്ച ആട്ടിയിട്ടും പോകുന്നുണ്ടായിരുന്നില്ല, അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഫോണിൽ കളിച്ച് അപ്പോഴത്തേനും ഇരുടായി. പിന്നെ വിളക്ക് കത്തിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു നുറുക്ക് കഴിച്ച് പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായതുകൊണ്ട് തന്നെ ബുക്കൊക്കെ ഒന്ന് തുറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പഠിക്കാനാണ് കുറച്ച് നേരം ഇരുന്നത്.
അപ്പോഴാണ് ചേച്ചി പഴം ബോയിൽ ചെയ്തിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ അത് കഴിച്ചിട്ട് പഠിക്കാമെന്നുള്ള രീതിയിലിരുന്നു. പിന്നെയും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പിന്നെയും കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ നീറ്റ് അയൺ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല, അതുകൊണ്ട് പിന്നെ തലേ ദിവസം തന്നെ അയൺ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ കുറേ നേരം പഠിച്ചു. അതിനുശേഷം പിന്നെ അമ്മനെ ഒന്ന് പോയി കുറച്ച് നേരം ചൊറിഞ്ഞു. അമ്മ എന്തോ പണിയിലായിരുന്നു, അപ്പോൾ അമ്മനെ പോയി ഒന്ന് ചൊറിഞ്ഞ്. അതിനുശേഷം പിന്നെ ഞാൻ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു. ഇന്ന് രാത്രിയാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ബോയിൽ ചെയ്ത പഴം കഴിച്ചതുകൊണ്ട് തന്നെ ഫുഡൊന്നും വേണ്ടായിരുന്നു. പിന്നെ ഒരു കപ്പ് കേക്കൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് കടയിൽ പോകണം എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനും ചേച്ചിയും കൂടി കടയിൽ പോയി. അപ്പോൾ അമ്മ ചീത്ത പറഞ്ഞതിൻ്റെ കഥയാണ് ചേച്ചി എന്നോട് പറഞ്ഞു പോകുന്നത്. അത് പിന്നെ എല്ലാ ദിവസവും കേൾക്കുന്നൊരു കാര്യമാണ്. എന്താണ് ചേച്ചി പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്നാണെങ്കിൽ പിന്നെ നൈറ്റിൽ ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഐസ് ക്യൂബും മുഖത്ത് വെച്ച് പിന്നെ നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.